ഹായ് ഹലോ സിന്ധു വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. BP ഒക്കെ ഇച്ചിരി കുറഞ്ഞെങ്കിലും അതൊക്കെ ഓക്കെ ആയി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടല്ലോ റെഡിയായി നിൽക്കുന്നത്. നമ്മുടെ കൃഷ്ണൻ അമ്പലത്തിലെ ഉത്സവം തുടങ്ങിയിട്ട് ആ ഒരു ദിവസം മാത്രമേ എനിക്ക് കൂടാൻ യോഗം ഉണ്ടായുള്ളൂ. അത് ഇനി ബാക്കി ഒന്നും കൂടാൻ പറ്റിയില്ല. സപ്താഹം കൂടണമെങ്കിലും ഓരോരോ അമ്പലത്തിലെ നല്ല കാര്യങ്ങൾ കെട്ടുമുറുക്ക് ഒക്കെ കൂടണമെങ്കിലേ ഒരു ഭാഗ്യം കൂടെ വേണം. അത് ഹിന്ദുസിനെ സംബന്ധിച്ച് ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടായത് തരികയില്ല. അപ്പൊ അങ്ങനെ എനിക്കും അമ്പലത്തിലോട്ട് പോകാനായിട്ട് പിന്നെ പറ്റിയിട്ടുണ്ടായില്ല. ഈ പ്രാവശ്യം ഭഗവാന്റെ ഒരു ദിവസത്തെ പോലും അന്നദാനം പോലും കഴിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ തൊഴിലുറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ആ ഒരു ഇതിലങ്ങ് പോയി. സങ്കടം മനസ്സിലുണ്ടെങ്കിലും പുറത്ത് കാണിക്കാതെയൊക്കെ അങ്ങനെ അങ്ങ് പോയി. പക്ഷെ ഇന്ന് നാളെ കൊണ്ട് നമ്മുടെ കൃഷ്ണൻ അമ്പലത്തിലെ ഉത്സവം തീരുവാണ്. ഇന്ന് ഘോഷയാത്രയാണ് കേട്ടോ. ഘോഷയാത്രയാണ്, നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പൊ നമുക്ക് അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയെന്നല്ലേ ഉള്ളൂ. നമുക്ക് എവിടെയെങ്കിലും പോയി നിന്ന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ കാണാൻ പോകാനായിട്ട് റെഡി ആയതാണ് കേട്ടോ. അപ്പം പരപ്പേ നമ്മുടെ മാതാവിന്റെ പള്ളി തിരികെത്തിക്കുന്ന പള്ളിയുടെയൊക്കെ അപ്പുറത്ത് ഒരു SNDP ഗുരുമന്ദിരമുണ്ട്. അവിടെ നിന്നാണ്, തോണിത്തടി എന്ന് പറയും, അവിടെ നിന്നാണ് ഘോഷയാത്ര തുടങ്ങുന്നത്. അപ്പൊ അവിടെ തുടങ്ങി ഉപ്പറ വരെ വരുന്ന കാണാലോ കൂടാമല്ലോ എന്നൊക്കെ ഓർത്ത് റെഡി ആയതാണ് കേട്ടോ ഒന്ന് പോകാൻ വേണ്ടിട്ട്. ഇന്ന് തൊഴിലുറപ്പിലുള്ള ചേച്ചിമാരെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞു, കാണാനായിട്ടും കൂടാനായിട്ടും പങ്കുകൊള്ളാനായിട്ടും ഒക്കെ കേട്ടോ. അതിനകത്തും കൂടാൻ പറ്റുന്നവരുണ്ട്, ഇങ്ങനെ മാറി നിന്ന് കാണാൻ പറ്റുന്നവരുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്നെ ചേട്ടായി വിളിച്ച് ചോദിച്ചു, എടി നീ വരുന്നില്ലേ? 7 മണിയൊക്കെ ആകുമായിരിക്കും സിറ്റി വരുമ്പോൾ, 7:30 ആവും തോന്നുന്നു ലക്ഷണം കണ്ടിട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാൽ സ്കൂട്ടിയും കൊണ്ട് പോകാം. സ്കൂട്ടിയും കൊണ്ട് പോയിട്ട് നമുക്ക് തോണിത്തടി തുടങ്ങുന്നിടത്ത് ഒന്ന് പോയി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. നിങ്ങളിലോട്ടും കൂടെ നല്ല കാഴ്ചയൊക്കെ എത്തിക്കുന്നത് നല്ലതല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അതിനുവേണ്ടി റെഡി ആയിട്ട് നിൽക്കണം. അപ്പൊ ഞാൻ ബോട്ടൊക്കെ വരാം കേട്ടോ. എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ.
ഷായിക്കുട്ടനും വന്നിട്ടുണ്ട് കേട്ടോ. 6 മണിയാണ് ഷായി നീ വന്നേ. ഈ ഡാൻസ് കളിക്കാതെ മര്യാദക്ക് എന്ന് പറ. നിന്നെ എടുക്കുന്നില്ല. സിയാ സുഖമാണോ നീര്? സുഖമാണോ ചോദിച്ചേ? കൈ വയ്യാത്തവരോടെ ഒന്നും കൊച്ചു വരത്തില്ല. കൊച്ചു കൈ വയ്യാത്തവരോടെ ഒന്നും വരത്തില്ല. ഏതായി കൊച്ചു കൈ വയ്യാത്തവരോടെ ഒന്നും വരത്തില്ല. ഓയ്യോ ദേവുവോ അല്ല കുഞ്ഞിപ്പെണ്ണോ? അതിനെ ഞെക്കിക്കൊല്ലല്ലേ. അയ്യോ ഈ കുഞ്ഞിപ്പെണ്ണ് തല്ലി ഓടിച്ചാൽ ചേട്ടയുടെ കയ്യ്. ആണോടെ? ആണോ? സത്യം പറയാണോ? ഒരു മുട്ടായിക്കാരി. അതെ കുറുക്കട്ടെ ഇനി വേണം. നമ്മള് ഘോഷയാത്ര നോക്കി നിൽക്കുവാട്ടോ. ഇതുവരെ വന്നില്ല. വെറുതെ അലങ്കാരങ്ങളും തിളക്കങ്ങളും ഒക്കെ ഇതാണ് കേട്ടോ. എല്ലായിടത്തും ആൾക്കാർ കൂടി വന്ന് ഇപ്പോൾ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അപ്പം നേണ്ട എല്ലാത്തിനെയും കണ്ടുമുട്ടി കേട്ടോ. ഇതേ ഞാനും നിരിമോളും ഒരേ കളർ ഡ്രസ്സ്. കൊല്ലംതാരത്തുകാരുടെ വില കളയാനായിട്ട് ഉണ്ടാക്കുന്ന സാധനം നോക്കി പറഞ്ഞു കേട്ടോ. നമ്മള് കൊല്ലംതാരത്തല്ലേ ഓടിച്ചതായിരിക്കും. അല്ല അന്നേരം കിട്ടിയില്ല. 2 ആഴ്ചയായി തുടങ്ങിയിട്ട്. പക്ഷെ 2 ആഴ്ച ആണോ? ഇരിക്കും. എന്റെ ദൈവമേ, ഞാനിപ്പോ അങ്ങ് പോയിട്ട് വന്നതാ. അങ്ങ് തോണിത്തടി പോയിട്ട് വന്ന വരപ്പേ ഉള്ളൂ. ആണോ? അതെ വെള്ളമൊക്കെ മേടിച്ചെന്ന് പറയാം. വേണ്ട അപ്പൊ അവളുടെ മോളമ്മയുടെ കുഞ്ഞമ്മയുടെ മക്കളാ കേട്ടോ. അളിയനൊരു ചായ കുടിക്കളിയാ. അളിയാ ചെല്ലറിയാ നിങ്ങളുടെ കടയിലത്തെ കുടിക്കണ്ട. ഈറ്റാ വീട്ടിലെ കുടിക്കാൻ അല്ല ഷാൻഡീസിലോട്ട് വിട്ടാലേ ഏടാ. ഏതായാലും കിട്ടിയതാ അങ്ങളെയൊക്കെ. നമുക്ക് ഇവിടെയോ പിന്നെ അപ്പുറത്ത് ചാണ്ടീസിലോ പോയി എന്തേലും ഒന്നിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞു. അളിയൻ വരികയില്ല. എന്നാ ഒരു അളിയനാ ഇത്. ദൈവം കഷ്ടം എന്റെ ദൈവമേ. എന്താ എന്താ മോനെ? അയ്യോ മതി. അവൾക്ക് നോപ്പിട്ട് അവൾക്ക് കൈ വെക്കാൻ അറിയാം ചേട്ടാ. അതെ 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 അതെ. ഒറിജിനലാണോ? ആണോ? ഒറിജിനൽ ഇല്ല. ആണോ? കൂടി കൂടി ഇല്ലടി കൂടി. ഇന്ന് രാവിലെ ഞാൻ നോക്കി 77 ഉള്ളായിരുന്നു. ഇപ്പൊ 78. ഞാൻ ചെയ്യുന്ന എന്തേലും പണി ചെയ്യുന്നുണ്ടോടി? തൊഴിലുറപ്പ് ഞാൻ മലയും കയറി പോകുന്നുണ്ടോ? കുറയുന്നില്ല. നമ്മുടെ പാരമ്പര്യം ഉണ്ടോ? കൊച്ചേ വണ്ണം വെക്കാതെ നോക്കും. അതാ നല്ലേ. അതെ നമ്മുടെ യാത്ര നോക്കണേ. എന്നാ കിച്ചു എടി കിച്ചു നേരത്തെ എങ്ങനെയായിരുന്നു. പക്ഷെ കിച്ചു ഇപ്പം മറപ്പി മെരിഞ്ഞു പോയി. കിച്ചു അസം ചാത്തിന് ചേട്ടാക്കി കടയിൽ ആള് വന്നു കേട്ടോ. ഞങ്ങൾ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞോണ്ട് നിന്ന് ഒക്കെ വാങ്ങിച്ചു തന്നിട്ട് പോവുക. ഇല്ല ഞാൻ ഇതിന്റെ മണ്ടയിൽ നിന്നിട്ട് പൊക്കോളാം. ഇടയ്ക്ക് കയറി വരാം. എനിക്ക് തൊഴിലുറപ്പുണ്ടായിരുന്നു. ഇടയ്ക്ക് വരാം. എന്നാ നിങ്ങൾ പൊക്കോ. ഞാൻ ഇതിന്റെ മണ്ടയിൽ കയറിക്കോളാം. കണ്ടോ എന്നെ വിളിക്കുന്നു നോക്ക്. കണ്ടേ കണ്ണനൊക്കെ മണ്ടയിൽ നിന്നിട്ട് വിളിക്കുന്ന കേട്ടോ. കൃഷ്ണന് വന്നെടുക്കട്ടേടി. കൃഷ്ണൻ കേട്ടോ കൃഷ്ണൻ. അപ്പൊ കണ്ണനൊക്കെ ദേ മണ്ട ചെയ്തിട്ട് വിളിക്കുന്ന കണ്ടോ. സിന്ധുമ്മ അങ്ങോട്ട് ചെല്ലാം. നേരെ നിന്ന് പാട്. നേരെ നിന്ന് പാട്. നിശ ഉത്സവം കൂടാൻ വന്നാണോ നീ? ഉത്സവം കൂടാൻ വന്നാണോ? ആണോ? കൊണ്ടുവിടാനോ? ആണോ? അപ്പം വേണ്ടേ ഞങ്ങളിവിടെ സെറ്റായിട്ട് കസാരയൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുക. പാലത്തേന്ന് വരുന്നതേ ഉള്ളു കേട്ടോ. 2 കൊമ്പൊക്കെ ഉള്ളവൻ. 2 കൊമ്പൊക്കെ ഉള്ളവൻ.
സായിക്കൂട്ടന് 2 പൊങ്കൾ ഇതല്ലേ? ബാംഗ്ലൂർ സൂപ്പറാണോ? ബാംഗ്ലൂര് അടിപൊളിയാണോ? ആണോ? ദൃശ്യങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഭക്തിയാദരവോടെ പങ്കെടുക്കുന്ന മഹാഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പിന്നിട്ട വഴിത്താരങ്ങളിൽ മരിച്ചു മരവിച്ചു കിടക്കുന്ന മണൽത്തരികളെ വാരിക്കോരി കോൾവയിൽ കൊള്ളിച്ചുകൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഈ കഴിഞ്ഞ 8-ാം തീയതി ആരംഭിച്ച ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഉത്സവ 2025 ഭാഗമായുള്ള മഹാഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. അതുപോലെ ഈ നിമിഷത്തിൽ ആവേശോജ്ജലമായ ഇത് കണ്ടോ, അവിടെ ഒരു അപ്പനും മക്കളും അമ്മയും കൂടെ നിൽക്കുന്നത് കേട്ടോ. അവർ ഇരട്ടപ്പിള്ളേരാണേ. 2 പേർക്കും ഫുൾ A+ കേട്ടോ 10ൽ. നമ്മുടെ ആറ്റിയല്ല അയലോക്കമായിരുന്നു. ഇത് ഞാൻ ഈയിടെ നമ്മുടെ ആകാശമോനൊക്കെ വന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ ആ ചേട്ടൻ കൊച്ചിൻ്റെ മാതിരി ഒരു ഷേപ്പുള്ള മോനുണ്ടെന്ന്, അവനാണ് കേട്ടോ. അവനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. പക്ഷെ ഇച്ചിരി ദൂരെ നിന്നാണ്. ഞാൻ ഉത്സവത്തിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഉത്സവമൊക്കെ കൂടി എന്നാ പറയുന്നേ, എൻ്റെ ദൈവമേ. ഇപ്പോൾ ഒരു ചെറിയ ചാറ്റമഴയും കാര്യങ്ങളും ഉണ്ട്. നാളെ ഇനി ഗാനമേളയും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പം ഘോഷയാത്രയും പിന്നെ എന്തോ പിള്ളേരുടെ ഡാൻസ് പരിപാടിയൊക്കെ ഉള്ളൂ. ഡാൻസിനൊന്നും ഞാൻ നിന്നില്ല, മടുത്തു. ഇപ്പം തന്നെ സമയം 9 മണിയായി. ചേട്ടായാണ് ഇന്ന് കൈ കെട്ടിയിട്ട് കടയിൽ പോയായിരുന്നു. പോണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ കണ്ണം പറഞ്ഞില്ല, ഇവിടെ വന്നിരുന്നാൽ മതി, ബാക്കി ചെയ്തോളൂ, അവർ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞോണ്ടേ അങ്ങനെ പോയായിരുന്നു. അപ്പം ചേട്ടായി മടുത്തില്ലേ. ഞാനുണ്ടല്ലോ ചേട്ടായിക്ക് കുളിക്കാൻ വെള്ളം കൊടുത്തിട്ടേ മോട്ടർ ഓണാക്കിയിട്ടാണ് വന്നത്. മോട്ടർ നിറഞ്ഞ് ഭയങ്കരമായിട്ട് പോയി. അതാ ഞാൻ ഓടിയത് കേട്ടോ അതിനിടയ്ക്ക്. കാരണം ഇപ്പം ഇരിക്കുന്ന ഇരിപ്പി കറണ്ട് പോകും, അല്ലെ വോൾട്ടേജ് കാണത്തില്ല. അപ്പം വെള്ളം അടിച്ചില്ലെങ്കിലേ ശരിയാകത്തില്ല, രാവിലെ വലിയ പാടാവും. അപ്പം എന്താ പറഞ്ഞത്, ഇന്ന് അമ്പലത്തിൽ ഉത്സവത്തിന് പോയതിനെക്കാട്ടി ഒത്തിരി സന്തോഷമായി. കുട്ടായനെയും പിള്ളേരെയും മോൾമേനെയൊക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ സിയാക്കുട്ടീനെയും സായിക്കുട്ടനെയൊക്കെ കണ്ടു. സിയ ഉണ്ടല്ലോ, കണ്ണൻ്റെ മക്കളെ എന്നെ കണ്ട ഉടനെ ഉണ്ടല്ലോ അവൾ പമ്മി. നമ്മൾ കിങ്ങിണി മോളെക്കാട്ടി ഒരാഴ്ചത്തെ മൂപ്പാണേ. അവളെ LKG ചേർത്തെന്ന് പറഞ്ഞു കേട്ടോ. അവള് പതിയെ പമ്മി വന്നിട്ടേ എൻ്റെ ദേഹത്തോട് ചേർന്ന് നിൽക്കും. സിന്ധുമ്മ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ദേഹത്തോട് ഇത് ചേർന്ന് നിൽക്കുക കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പിള്ളേരെയൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നടുവേനെ ഈ കൈക്കുവേനയും പ്രശ്നമൊക്കെ കാരണം ഞാൻ അങ്ങനെ ഇങ്ങനെ പിള്ളേരെ ഒന്നും എടുക്കാറില്ല. ഒന്ന് ചേർന്ന് നിൽക്കും, ഒരു സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ. പിന്നെ അവരെ എല്ലാവരെയും നിശ്ചയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ സജീര കുഞ്ഞുങ്ങൾ 2 ഉണ്ടായിരുന്നു, ദേവും കുഞ്ഞിപ്പെണ്ണും. അപ്പോൾ അവരെല്ലാവരെയും കണ്ട് നല്ലൊരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇച്ചിരി നേരം പിന്നെ ലേറ്റായി പോയെങ്കിലും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷമായി. ഞാൻ ഒത്തിരി സന്തോഷിച്ചൊരു നല്ല ഹാപ്പി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ കരുതുന്നു. അതെ, കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കൈ ഇന്നും പോയി കെട്ടിയതാ കേട്ടോ. ഇനി ഒരു ദിവസം എനിക്ക് തോന്നില്ല, വേറെ കൂടുതലാണ് ചെയ്തപ്പോഴേ വേറെ കൂടുതലാണ് പറ്റിയില്ല. മാറും. അതിനനുസരിച്ച് ഇത്രയും ദിവസം വെച്ചോണ്ടിരുന്നില്ല, അന്നേരം ഇതായില്ലേ. എനിക്ക് നമ്മുടെ ഉത്സവം 2025 പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് വന്നത്. ഇപ്പൊ നാളെ ഗാനമേളയുണ്ട്, നാളെ കൊണ്ട് അത് തീരും, ഉത്സവം തീരും. പിന്നെ അടുത്ത ഉത്സവം SNDP അത് നല്ല ഗംഭീര പരിപാടിയാണ്. നാളെ നല്ല വെടിക്കെട്ട് ഗാനമേളയും കാര്യങ്ങളും ഒക്കെയാണ്. ഇന്ന് ഈ മഴയില്ല, ഇപ്പതേ അമ്പലത്തിൽ വന്ന് കയറി ചെറുതായിട്ട്. ഇനിയിപ്പോ അവിടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്, ഞാൻ പോയില്ല. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കൈകൊട്ടിക്കളി, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട്. പക്ഷെ ഇന്നലെ വാര ഉണ്ടായിരുന്നു കേട്ടോ. വാല പിന്നെ പൂഞ്ഞാറുകാരൻ ഭാരതകലയോ അങ്ങനെ നല്ല സൂപ്പർ ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. കുറച്ച് കണ്ടെങ്കിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മോഡലായിരുന്നു അത്. അടിപൊളി പോലെ എല്ലാരെയും കാണുകയും കൂടി ചെയ്തു.
നമ്മളെല്ലാരും കാണുന്നില്ലേ ഇപ്പൊ സിന്ധു ഞാനങ്ങനെ എപ്പോഴും പോകുന്നില്ല. ശ്രുതിമോള് കണ്ടാണോ ചോദിച്ചാൽ എന്നാ അപ്പൊ ചെയ്യാം അന്നൊന്ന് മഷി ഇടുന്നോള് കണ്ടാണല്ലോ, പിന്നെ കണ്ടേയില്ല. അതെ പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു. എന്നാ ചെയ്യാൻ, എനിക്കും സമയമില്ല. അതുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും കാര്യങ്ങളും ആയിരുന്നു. എനിക്ക് കയറി പോയാലും സമയം കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് കയറി വരാൻ കൊച്ചേ. പിന്നെ നിതിമോളുണ്ടല്ലോ, അതിന് ചായയൊക്കെ മേടിച്ചെന്നേ. കുട്ടായും ചേട്ടായി വന്നില്ലല്ലോ. എന്നിട്ട് അവര് എന്നെ കൂട്ടിക്കൊണ്ട് പോയി ചായയൊക്കെ മേടിച്ചതേ. അപ്പോഴൊക്കെ നിതിമോൾ എന്റെ മുഖത്ത് തന്നെ നോക്കുക, അമ്മേ അപ്പച്ചി അപ്പടി ക്ഷീണിച്ചു പോയി അല്ലേ. ഞാൻ പറഞ്ഞ എടി ഇല്ലടി ഇന്നും കൂടെ ഞാൻ തൂക്കിയതാ, വെയിറ്റ് കൂടുവോ ഇതേ. അല്ല അപ്പച്ചിക്ക് എന്തൊക്കെയോ ഭയങ്കര വ്യത്യാസം പറഞ്ഞു. ഞാൻ ചെന്നാ മോനെ അപ്പടി കാത്തു പോയി കേട്ടോ. സൺസ്ക്രീനൊക്കെ ഇട്ടേ പോകാവുള്ളൂ കേട്ടോ. തൊഴിലുറപ്പിന് ഫുൾ കൈ ഇട്ടതേ പോകാവുള്ളൂ. ശ്രുതി എന്താ പറയാ, അപ്പച്ചി അവള് പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ളൂ. അവൾക്ക് ഭയങ്കര സ്നേഹമാണ് പിള്ളേർക്ക്. ഇന്നലെ തന്നെ ഞാൻ അവിടെ നിൽക്കുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. പിള്ളേർക്ക് എല്ലാം സ്നേഹമുണ്ട് കേട്ടോ, എല്ലാ പിള്ളേർക്കും. അതെ, ഇന്നലെ അമ്മുവിന്റെ ഒരു Q&A ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കിടക്കുന്നുണ്ട് സിന്ധുമ്മയുടെ അനിയത്തിയുടെ മക്കളുമായിട്ട് മിണ്ടാട്ടോ ഇല്ലേ കുട്ടില് എന്തോ അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് വരെ ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് ഒരു വടക്കോ പരിക്കോ ഒന്നും ഇല്ല. സന്തോഷം. അവരെല്ലാരും ഓരോ കാര്യങ്ങളുമായിട്ട് പോകുന്നു. അതാണ് പ്രശ്നം കേട്ടോ. അതുകൊണ്ട് അതുങ്ങളെ സമയത്ത് കാണാത്തതുകൊണ്ടും കിട്ടാത്തതുകൊണ്ടും ഒക്കെയാണ്. അതെ, ഇനിയിപ്പോ കിച്ചുനും ജിപ്പിനും ഒക്കെ ഇതേപോലെ ആവും. കാണത്തില്ല കാരണം അതുങ്ങളും പഠിക്കാനും ഒക്കെ പറ്റുമ്പോ അങ്ങനെ ആവും. മറ്റേ മൂത്തോളം ഒന്നോണ്ടല്ലേ ഇപ്പൊ കാണാൻ പറ്റും. അവിടെ ഒരു 5-6 ദിവസം കഴിഞ്ഞു അവിടെ പറഞ്ഞു. അതെ അതെ അതെ. അപ്പൊ ആരുമായിട്ട് ദൈവസഹായം കൊണ്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല. അതെ. Q&A അത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഓർത്താ ഇതിന്റെ ചോദ്യം അത് മനസ്സിലോർത്താ. പിള്ളേരെ കാണാത്തോണ്ടായിരിക്കും കേട്ടോ. അതുങ്ങളും അതുങ്ങളുടേതായ തിരക്കുകൾ കൊണ്ട് പോകുന്നോണ്ടാണ്. അപ്പൊ പിള്ളേരെ നമ്മള് പിന്നെ റോഡിലൊക്കെ മറ്റേ പുറമെ വെച്ചൊക്കെ കാണുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ ഒത്തിരി നാളായി കണ്ടിട്ട് എല്ലാവരും കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം കാണും. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദിവസം അനിയത്തിന്റെ ഒരു കൊച്ചിവിടെ വന്നായിരുന്നേ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ തൊഴിലുറപ്പുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അവരെന്നെ LICയുടെ പേപ്പർ എടുക്കാനായിട്ട് അമ്പിളിയുടെ അവന്റെ അമ്മയുടെ LICയുടെ പേപ്പർ എടുക്കാൻ വേണ്ടിട്ട് വന്നായിരുന്നു. അപ്പൊ ഞാൻ തൊഴിലുറപ്പും കഴിഞ്ഞ് അടുത്ത് വന്ന് നിന്ന് അന്നേരം തന്നെ അവൻ ഓടി പോവുകയും ചെയ്തു. അങ്ങനെ അപ്പം ആരുമായിട്ട് ദൈവസഹായം കൊണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. കുഴപ്പം ഉണ്ടാകാതൊക്കെ ഇരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. അതെ, കൂടപ്പുറപ്പുകളും സ്നേഹിച്ച് ജീവിക്കുന്നല്ലേ ഏറ്റവും നല്ലത്. അതാണ് എന്റെ ഒരു ബലശക്തി കേട്ടോ സത്യം പറഞ്ഞാല്. അപ്പൊ ഇന്നത്തെ പിള്ളേരാണല്ലോ എന്നോട് ഭയങ്കര ഇഷ്ടമല്ല. എല്ലാവരും അതെ, അത് അനിയത്തിന്റെ മക്കളായിക്കോട്ടെ, നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റിയ എല്ലാവർക്കും. അതെ, അനിയത്തിന്റെ കുഞ്ഞുങ്ങളാണേലും ഞാൻ ആ ഗൾഫിലൊക്കെ പോയിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ വാവാന്ന് പറഞ്ഞു പോയി കൂട്ടിക്കൊണ്ട് പോയി എല്ലാം അങ്ങനെയായിരുന്നു. ഇപ്പൊ അതുങ്ങൾ ഓരോരോ പണിത്തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതുങ്ങൾ അതുങ്ങളുടേതായ ഓട്ടത്തില്, നമ്മൾ നമ്മുടേതായ ഓട്ടത്തില് കേട്ടോ. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ തിരക്ക് കൂടുമ്പോഴാണല്ലോ ഓട്ടം കൂടുന്നത്. അതെ, അപ്പൊ ജീവിതത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴത്തേന് നമ്മള് തിരക്ക് കൊടുക്കും. അപ്പം നമ്മള് പെട്ടെന്ന് എല്ലാരും പോയി കാണാൻ പറ്റുന്നിരിക്കുകയാണ്. അപ്പം പിന്നെ അതിനല്ല അമ്മയുടെ വീട്ടിലോട്ട് ഞാൻ ഇറങ്ങി പോകുന്നില്ല. എനിക്ക് ഈ കാലുവേദന പ്രശ്നം കാരണം തറവാട്ടിലോട്ട് പോകുന്നില്ല. തറവാട്ടിൽ പോയാൽ പിന്നെ വല്ലപ്പോഴും പിള്ളേരെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. അതാ തറവാട്ടിൽ പോയാലും പിള്ളേരെ കാണാൻ പറ്റില്ല, അവര് ഇടയ്ക്കേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, കൂടുതൽ അവരോട് ഒന്ന് തിരിച്ചു കൊടുക്കുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും